ഹലോ, അപ്പം നമുക്കിന്ന് ബദ്രിക്കുട്ടൻ്റെ ലഞ്ച് ബോക്സ് കണ്ടാലോ? അപ്പോൾ ഞാൻ സ്നാക്സ് ആയിട്ട് കൊടുത്തയച്ചത് അവന് 3-4 അണ്ടിപ്പരിപ്പും ഒരു ബദാമും മുന്തിരിയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ പഴം നെയ്യിലിട്ട് വഴറ്റിയതുമാണ്. പഴം ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചിട്ട് അതിൽ ഇത്തിരി പഞ്ചസാരയും നെയ്യും തേങ്ങയൊക്കെ ഇട്ട് വഴറ്റി കൊടുത്താൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. അവനത് കഴിച്ചോളും. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ 3 മുന്തിരിയും വെച്ച് കൊടുത്തിരുന്നു. അവനിതൊക്കെ കഴിക്കുമെന്നറിയില്ലല്ലോ, കാരണം ആദ്യമായിട്ട് പോവുകയല്ലേ സ്കൂളിൽ. ഇങ്ങനെയൊന്നും പരിചയമില്ലാത്തത് കൊണ്ട് അവനിഷ്ടമുള്ള 2-3 സാധനം ഞാൻ വെച്ച് കൊടുക്കാറുണ്ട് ഡെയിലി. അങ്ങനെ നമ്മുടെ സ്നാക്സ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ലഞ്ച് ബോക്സ് നോക്കാം അല്ലേ? ലഞ്ച് ബോക്സിൽ ഇന്നവന് സ്പെഷ്യലാണ്. ഇന്ന് ഞങ്ങൾക്കിവിടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ വീട്ടിൽ കൂടുതലായതുകൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് ആർക്കും ചോറ് വേണ്ട. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവന് വേണ്ടി മാത്രം കുറച്ച് നെയ്ച്ചോറുണ്ടാക്കി. ഇതാവുമ്പോൾ അവൻ മടിയില്ലാതെ കഴിച്ചോളും. ഇത് ഇഷ്ടമാണ്. ചോറിനേക്കാളും കുറച്ചുകൂടി ഇഷ്ടം നെയ്ച്ചോറ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അവന് ചോറ് കുറച്ച് അധികം ചോറൊന്നും ഇട്ട് കൊടുത്തില്ല, കുറച്ച് ചോറേ തിന്നു. അപ്പോൾ അത് വെച്ച് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ അവന് കൂട്ടാൻ വേണ്ടിയിട്ട് കച്ചമ്പാറാണ് വെച്ച് കൊടുത്തത്. കച്ചമ്പാറിൽ ഉള്ളിയും ക്യാരറ്റും പിന്നെ ഇത്തിരി കറിവേപ്പിലയൊക്കെ ഇട്ട് ഉപ്പ് ഇട്ട് കൊടുത്താൽ അവന് അത് കൂട്ടി അത് കഴിച്ചോളും. പിന്നെ ഗ്രീൻ പീസ് വെച്ച് കൊടുത്തിരുന്നു കേട്ടോ. ഗ്രീൻ പീസ് നല്ലോണം വേവിച്ച് അതിൽ വെച്ച് കൊടുത്തു. കാരണം അവിടെ അവൻ്റെ സ്കൂള് ചിക്കനും മീനും പിന്നെ മുട്ട അങ്ങനത്തെ ഒന്നും കയറ്റില്ല. ഇപ്പോൾ അതൊന്നും ഇല്ലാത്തത് കാരണമാണ് ഗ്രീൻ പീസ് അതിൽ വെച്ച് കൊടുത്തത്. ഗ്രീൻ പീസിൽ എരിവൊന്നും ഇട്ടില്ല കേട്ടോ. അതിൽ ആകെ മഞ്ഞളും ഇത്തിരി ഉപ്പും ഇട്ട് നല്ലോണം കുക്കറിലിട്ട് വേവിച്ചിട്ടാണ് ഞാൻ കൊടുത്തയക്കുന്നത്. അവന് എരിവ് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അതുപോലെ തന്നെ സാലഡിലും മുളകിട്ടിട്ടില്ല. പിന്നെ ഒരു സാധനം അവൻ കഴിച്ച് നോക്കി അതവന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിലെത്ര എരിവുണ്ടെങ്കിലും അതിനൊരു പ്രശ്നമില്ല കേട്ടോ. അതവൻ കഴിച്ചോളും. അവന് നാവിന് രുചിയുള്ള സാധനമാണെങ്കിൽ അവൻ കഴിച്ചോളും. അവനൊരു പ്രശ്നമില്ല. ചില നേരത്തെ ഒരു വാശിയൊക്കെയാണ്, ഇത് കഴുകിത്തരണം, കഴുകിയാലേ ഞാനിത് കഴിക്കൂ, അങ്ങനെയൊക്കെ പറയും. അതുകൊണ്ട് തന്നെ ഞാൻ മിക്കവാറും എപ്പോഴും എരിവ് കുറച്ചിട്ടേ ഞാൻ അവന് ഫുഡ് കൊടുക്കാറുള്ളൂ. അപ്പോൾ അവനുള്ള വെള്ളവും സ്നാക്സ് ബോക്സും ലഞ്ച് ബോക്സും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.